ആഗോള വിനോദസഞ്ചാര മേഖലയിലെ ട്രെൻഡുകൾ പരിചയപ്പെടുത്തി ഖത്തർ ട്രാവൽ മാർട്ട്. DCCയിൽ നടക്കുന്ന പ്രദർശനം നാളെ സമാപിക്കും. 60 രാജ്യങ്ങളിൽ നിന്നായി 300-ലേറെ സ്ഥാപനങ്ങളാണ് ഇത്തവണ ഖത്തർ ട്രാവൽ മാർട്ടിൽ പങ്കെടുക്കുന്നത്. വിവിധ രാജ്യങ്ങളിലെ ടൂറിസം ആകർഷണങ്ങൾ, ടൂറിസം മേഖലയിലെ പുതിയ ട്രെൻഡുകൾ, ഹോട്ടലുകൾ, ഹെൽത്ത് ടൂറിസം, ഹലാൽ ടൂറിസം തുടങ്ങിയവയെല്ലാം അടുത്തറിയാൻ സൗകര്യമുണ്ട്. നമ്മൾ ഖത്തർ ട്രാവൽ മാർട്ട് ഇത് മൂന്നാമത്തെ വർഷമാണ്, മൂന്നാമത്തെ സെക്ഷനാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷം കൂടുന്തോറും അതിൻ്റെ പ്രാധാന്യം കൂടി വരുന്നു. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. ഇപ്പോൾ കുറേ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് റഷ്യയൊക്കെ പല രാജ്യങ്ങളിലും എംബാർഗോ ഉണ്ടായതുകൊണ്ട് തന്നെ പല ഇടങ്ങളിലും പോകാൻ പറ്റുന്നില്ല. ഇവർ നല്ല സെൻറ്റ് പീറ്റേഴ്സ്ബർഗും റഷ്യ വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ രാജസ്ഥാൻ നമ്മളൊരു പവലിയനായിട്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇന്ത്യൻ എംബസിയുടെ പവലിയൻ ഉണ്ടെങ്കിൽ പോലും രാജസ്ഥാൻ ഒരു റോയൽ ഡെസ്റ്റിനേഷൻ എന്നുള്ള നിലയ്ക്ക് അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു മാറ്റം ഞാൻ കണ്ടത്, പുതിയ ചില ട്രാവൽ ഡെസ്റ്റിനേഷൻസ് വരുന്നുണ്ട്. ഓരോ രാജ്യങ്ങൾക്കും ഓരോ സോണുകൾക്ക് അല്ലെങ്കിൽ ഓരോ പ്രോവിൻസിന് ടൂറിസം ബോർഡുണ്ട്. അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ, ഇപ്പോൾ യമൻ്റെ കീഴിലുള്ള ഒരു ഐലൻഡ് ഉണ്ട്, ഏറ്റവും മനോഹരമായ ഐലൻഡ്. അവിടേക്കൊക്കെ ഇതേപോലുള്ള ടൂറിസം ഓർഗനൈസേഴ്സ് വന്നിട്ട് അവിടുത്തെ റിസോർട്ടും ഫെസിലിറ്റിയും ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ ആ യാത്രയെ പരിപോഷിപ്പിക്കാനും അതിനെക്കുറിച്ചുള്ള ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ള അറിവുകളൊക്കെ കിട്ടാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഇവരുമായിട്ട് സംവദിക്കാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക കാഴ്ചകളും ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ ആസ്വദിക്കാം. ടൂറിസവുമായി ബന്ധപ്പെട്ട കാഴ്ചകളും സെമിനാറുകളും ട്രാവൽ മാർട്ടിന്റെ ഭാഗമാണ്. മീഡിയ 1 ദോഹ.